ഹലോ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസിലൂടെ ഒക്കെ നമ്മളൊന്ന് കടന്നു പോകാൻ പോവുകയാണ്. ഓക്കെ, യെസ്, നമുക്ക് ആദ്യം കടക്കാം. നിങ്ങൾക്കറിയാം, രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാം. റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റയാണ് അല്ലേ. അത് നമ്മളെ എ വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ടാൻ ആൽഫ ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റയാണ് അല്ലേ. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റയാണ്. ക്ലിയർ അല്ലേ? യെസ്, നിങ്ങൾ പഠിച്ചു വെക്കണം. രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ആ വെക്ടേഴ്സിന്റെ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കണം? 120 ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്. ഇനി രണ്ട് വെക്ടേഴ്സിന്റെ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡും രണ്ട് വെക്ടേഴ്സിന്റെ ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ്. വാട്ട് ഈസ് ഡോട്ട് പ്രൊഡക്റ്റ്? എ ഡോട്ട് ബി is equal to മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റയാണ് അല്ലേ. ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെ ഒക്കെ 1 ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വെക്ടേഴ്സ് എ എക്സ് ഐ പ്ലസ് എ വൈ പ്ലസ് എ സെഡ് കെ, അതേപോലെ ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? എ ഡോട്ട് ബി കാണാൻ ഐന്റെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെന്റെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെന്റെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അറിയുന്നല്ലേ? യെസ്. അടുത്തതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എങ്ങനെ കാണാം? കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ആണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാടാ. യെസ്. അടുത്തതാണ് ക്രോസ് പ്രൊഡക്റ്റ്. വാട്ട് ഈസ് ക്രോസ് പ്രൊഡക്റ്റ്? വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഇറ്റ്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് എൻ ക്യാപ് അല്ലെ. ഐ ക്രോസ് ജെ എന്താ? കെ ആണ്. ജെ ക്രോസ് കെ എന്താ? ഐ ആണ്. കെ ക്രോസ് ഐ എന്താ? ജെ ആണ്. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? യെസ്. ഈ രണ്ട് വെക്ടേഴ്സ് എന്നാൽ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവർ എന്തെടുക്കണം എന്നറിയാം. ഡിറ്റർമിനന്റ് എടുത്ത് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? യെസ്. അടുത്തതാണ് പൊസിഷൻ വെക്ടർ. ഇതിപ്പോ ഒരു എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ കോമ സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന വെക്ടറിനെയാണ് അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുക. ആ പൊസിഷൻ വെക്ടർ നമ്മൾ എങ്ങനെ എഴുതുക? ഒ എ വെക്ടർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആയിരിക്കും. ദാറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ അല്ലേ. യെസ്. ഇനി അടുത്ത ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഒരു ബോഡി എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്ന വെക്ടറിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വിളിക്കുക. അതെങ്ങനെയൊക്കെയാണ്? എ ബി. ബി വെക്ടറിന്റെ പൊസിഷൻ വെക്ടറിൽ നിന്ന് എ വെക്ടറിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ദാറ്റ് വിൽ ബി ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഓക്കെ, യെസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു ബോഡിയെ നമ്മൾ യു ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്തു വിത്ത് ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റയാണ്. വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. എക്സ് കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ 0 ആണ്. വൈ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ മൈനസ് ജി ആണ് അല്ലേ. ദാറ്റ് മീൻസ് എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഈസ് ഓൾവേസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. എക്സിലെ വെലോസിറ്റി എന്ന് പറയുന്ന എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ അറിയില്ലേ? 2u സൈൻ തീറ്റ ബൈ ജി ആണ്. മാക്സിമൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. അറിയുന്നല്ലേ? യെസ്. ഇനി നിങ്ങൾക്ക് അറിയാം ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്തായിരിക്കും? എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഹയസ്റ്റ് പോയിന്റിൽ എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും? യു കോസ് തീറ്റ ആയിരിക്കും. പക്ഷെ വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇറ്റിംഗ് പോയിന്റിൽ ഇപ്പൊ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സ്ഥലത്തെ വെലോസിറ്റി യു എക്സ് ഐ പ്ലസ് യു വൈ ജെ ആണെങ്കിൽ അത് താഴെ വന്ന് തിരിച്ച് ഇറ്റ് ചെയ്യുന്ന പോയിന്റിലെ വെലോസിറ്റി എന്തായിരിക്കും? യു എക്സ് ഐ മൈനസ് യു വൈ ജെ ആയിരിക്കും. ഇപ്പോൾ 3i പ്ലസ് 4jയിലാണ് നമ്മൾ എന്താണ് പറയുക പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഇറ്റയിൽ എത്രയില്ല? 3i മൈനസ് 4jയിലായിരിക്കും. ക്ലിയർ അല്ലേ? യെസ് യെസ്. ഇനി അടുത്ത് ഇനീഷ്യൽ വെലോസിറ്റി യു എക്സ് ഐ പ്ലസ് യു വൈ ജെ ആണെങ്കിൽ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ 2u സൈൻ തീറ്റ ബൈ ജി അല്ലേ. അപ്പൊ 2u സൈൻ തീറ്റ എന്താ? യു വൈ ആണ്. അപ്പൊ 2u വൈ ബൈ ജി എടുത്താൽ മതി. ഹൈറ്റ് കാണാൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, അപ്പൊ യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ, സോ ദാറ്റ് ഈസ് യു വൈ സ്ക്വയർ ബൈ 2g എടുത്താൽ മതി. റേഞ്ച് കാണാനോ യു സ്ക്വയർ സൈൻ 2 തീറ്റ, അപ്പൊ 2u സൈൻ തീറ്റ യു കോസ് തീറ്റ ബൈ ജി വരും.
അപ്പൊ എന്താവും 2ux/uy/g എന്ന് എടുക്കാം. ഇനി നിങ്ങൾക്കറിയാം എച്ചും ആറും തമ്മിലുള്ള റിലേഷൻ എന്താ, h/r tan θ/4 ആണെന്ന് നിങ്ങൾക്കറിയാം. ടിയും എച്ചും തമ്മിലുള്ള റിലേഷൻ എന്താ, h gt²/8 ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. മാക്സിമം റേഞ്ചിനുള്ള കണ്ടീഷൻ എന്താ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി ആയിരിക്കണം. ആ സമയത്ത് റേഞ്ച് ഈക്വൽ 4 ടൈംസ് ആ സമയത്തുള്ള ഹൈറ്റ് ആയിരിക്കും. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താ, u²/g ആയിരിക്കും. കാരണം u² sin 2θ/g അല്ലേ. sin 2 × 45 90 ആയി. സോ ആൻസർ u²/g ആയിരിക്കും. യെസ്. ഇനി കണ്ടീഷൻ ഫോർ ഈക്വൽ റേഞ്ച്, രണ്ട് സമയത്തും ഈക്വൽ റേഞ്ച് കിട്ടണമെങ്കിൽ രണ്ട് ഡിഫറെന്റ് ആംഗിളിൽ നമുക്ക് ഒരേ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്താൽ സെയിം റേഞ്ച് കിട്ടും. അങ്ങനെ ആവണമെങ്കിൽ ആ രണ്ട് ആംഗിൾസ് തമ്മിലുള്ള സം എന്തായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈൽ അറിയില്ലേ, x tan θ - gx²/2 u² cos²θ. ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആവുമ്പോഴുള്ള കണ്ടീഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ? ഒരു ഐറ്റം നമ്മൾ യു ഇനീഷ്യൽ ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ, u അഥവാ ഇനീഷ്യൽ വെലോസിറ്റി × √2h/g ആണ്. അത് താഴെ എത്താനുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ, √2h/g ആണ്. അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ത് വരും, ഇനീഷ്യൽ വെലോസിറ്റി vx എന്ന് പറയുന്ന u തന്നെ ആയിരിക്കും. കാരണം എന്താ, ഇനീഷ്യൽ വെലോസിറ്റിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വൈയിലെ വെലോസിറ്റി നമുക്ക് ഫ്രീ ഫോൾ ആണ് വൈയില്. ഇപ്പൊ നമുക്ക് 2√2gh എന്ന് എടുക്കാം അല്ലേ. യെസ്. നിങ്ങൾക്കറിയാം യൂണിഫോം സർക്കുലാർ മോഷൻ. യൂണിഫോം സർക്കുലാർ മോഷൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് അതിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി മാറുന്നത് കൊണ്ട് വെലോസിറ്റി ഒരു വേരിയബിൾ ആണ്. അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് ഓൾസോ എ വേരിയബിൾ ക്വാണ്ടിറ്റി. ഇനി v കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം r⍵. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ അറിയാം v²r. ഒമേഗ കാണാനുള്ള ഇക്വേഷൻ അറിയാം 2πf or 2π/t. ഓക്കെ. യെസ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്. ഓക്കെ. സോ ബൈ.